കള്ളക്കുറിച്ചി വിഷമദ്യ ദുരന്തത്തിൽ ഇന്ന് തമിഴ്നാട്ടിൽ അണ്ണാ DMKയുടെ വ്യാപക പ്രതിഷേധം. നിയമസഭയിൽ കയറാതെയാണ് അണ്ണാ DMK അംഗങ്ങളുടെ പ്രതിഷേധം. അതിനിടെ വിഷമദ്യ ദുരന്തത്തിൽ ഒരാൾ കൂടി മരിച്ചു. മനീഷ് മൂർത്തി ചെന്നൈയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. മനീഷ്, എങ്ങനെയൊക്കെയാണ് പ്രതിഷേധം? മനീഷ് മൂർത്തി അല്പസമയത്തിനകം വിവരങ്ങൾ നൽകാൻ ചേരും. കള്ളക്കുറിച്ചി വിഷമദ്യ ദുരന്തത്തിൽ ഇന്നും പ്രതിഷേധം. തമിഴ്നാട്ടിൽ അണ്ണാ DMKയുടെ നേതൃത്വത്തിലാണ് വ്യാപകമായ പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുന്നത്. നിയമസഭയിൽ കയറാതെയാണ് അണ്ണാ DMK അംഗങ്ങളുടെ പ്രതിഷേധം. അതിനിടെ വിഷമദ്യ ദുരന്തത്തിൽ ഒരാൾ കൂടി മരിച്ചു. കഴിഞ്ഞ ദിവസവും നിയമസഭയെ പ്രക്ഷുബ്ധമാക്കിയിരുന്നു ഈ വിഷയം. അണ്ണാ DMK അംഗങ്ങൾ കറുത്ത വേഷമൊക്കെ ധരിച്ചാണ് സഭയിലെത്തിയത്. മനീഷ് മൂർത്തി ഇപ്പോൾ ചേരുന്നു. മനീഷ്, എങ്ങനെയൊക്കെയാണ് അണ്ണാ DMKയുടെ പ്രതിഷേധം? വേണു, ഒരു മരണം കൂടി ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കള്ളാക്കുറിച്ചി ആശുപത്രിയിൽ ചികിത്സയിലുണ്ടായിരുന്ന 34-കാരനാണ് മരിച്ചത്. വലിയ തോതിൽ, അതായത് പ്രതിപക്ഷം ഇതിനെ വലിയ തോതിൽ തന്നെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിയമസഭയുടെ പ്രത്യേക സമ്മേളനം നടക്കുന്ന സമയമാണ്. കഴിഞ്ഞ 2 ദിവസങ്ങളിൽ അണ്ണാ DMK നിയമസഭ ബഹിഷ്കരിച്ചുകൊണ്ട് സമരം നടത്തിയിരുന്നു. സഭയിൽ നിന്ന് പുറത്തിറങ്ങിയായിരുന്നു ആ ഒരു പ്രതിഷേധം അവർ രേഖപ്പെടുത്തിയത്. പക്ഷേ ഇന്നിപ്പോൾ സംസ്ഥാന വ്യാപകമായി അണ്ണാ DMKയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് എടപ്പാടി പളനിസ്വാമി കള്ളാക്കുറിച്ചിയിലാണ് സമരത്തിൽ പങ്കെടുക്കുന്നത്. അങ്ങനെ സംസ്ഥാനത്തിന്റെ എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും വലിയ തോതിലുള്ള സമര പരിപാടികളുമായി അണ്ണാ DMK മുന്നിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി കാണേണ്ട ഒരു കാര്യം. എന്തായാലും സംസ്ഥാന വ്യാപക BJP സമാനമായ രീതിയിൽ സമരം 2 ദിവസം മുമ്പ് നടത്തിയിരുന്നു. മാത്രമല്ല BJP കുറച്ചുകൂടി മറ്റ് രീതിയിലേക്കുള്ള കാര്യങ്ങളിലേക്ക് കൂടി കടന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നിപ്പോൾ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ K അണ്ണാമലൈ ഗവർണർ RN രവിയെ കണ്ടിട്ടുണ്ട്. അവർ ആവശ്യപ്പെടുന്നത് CBI അന്വേഷണമാണ്. അണ്ണാ DMK നാളെ ഗവർണറെ കാണുമെന്നുള്ളൊരു വിവരവും ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. എന്തായാലും കള്ളാക്കുറിച്ചി വിഷയം വ്യാപകമായി തന്നെ പ്രതിപക്ഷം ഉപയോഗിക്കുന്നത് സർക്കാരിനെതിരെ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് പറയാൻ സാധിക്കുക. വ്യാപകമായ പ്രതിഷേധമുണ്ട്, നിയമസഭയ്ക്കകത്തും പുറത്തും ആ രീതിയിലുള്ള പ്രതിഷേധമുണ്ട്. നിയമ നടപടികളിലേക്ക് കൂടി അണ്ണാ DMK കടക്കുന്നു. മാത്രമല്ല അണ്ണാ DMK നൽകിയ CBIക്ക് അന്വേഷണം വിടണമെന്ന ഹർജി മദ്രാസ് ഹൈക്കോടതി 26-ന് പരിഗണിക്കുന്നുണ്ട്. ബുധനാഴ്ച വീണ്ടും പരിഗണിക്കും. ആ രീതിയിലുള്ള നിയമ നടപടികളിലേക്ക് കൂടി എന്തായാലും പ്രതിപക്ഷം കടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് CBCID സർക്കാരിന് കീഴിലുള്ള ഒരു സംവിധാനമാണ്. അതുകൊണ്ട് തന്നെ ആ സംവിധാനത്തിൽ അന്വേഷിച്ചാൽ ആ സേന അന്വേഷിച്ചാൽ സ്വാഭാവികമായും ഇതിൽ കൃത്യമായുള്ള വിവരങ്ങൾ പുറത്തു വരില്ല എന്നുള്ളതാണ് അണ്ണാ DMK ആരോപിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് CBI അന്വേഷണം ആവശ്യപ്പെടുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ഗവർണറെ കാണുന്ന തലത്തിലേക്ക് കൂടി കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. BJP സംസ്ഥാന അധ്യക്ഷൻ ഗവർണറെ കണ്ടു കഴിഞ്ഞു. നാളെ അണ്ണാ DMKയുടെ നേതാക്കൾ എന്തായാലും ഗവർണറെ കണ്ട് ഇതേ ആവശ്യം, അതായത് CBI അന്വേഷണം എന്നുള്ളൊരു ആവശ്യം ഉന്നയിക്കപ്പെടും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കേസുമായി ബന്ധപ്പെട്ട് 2 പേരെ കൂടി ഇന്ന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതുവരെയുള്ളത് 15 ആയിട്ടുണ്ട്. അറസ്റ്റിന്റെ എണ്ണം എന്ന് പറയുന്നത് 15 ആയിട്ടുണ്ട്. CBCID സംഘം ഇന്നലെ ചെന്നൈയിലെ MGR നഗറിൽ നിന്നും ശിവകുമാർ എന്ന് പറയുന്ന ഒരാളെ അറസ്റ്റ് ചെയ്തിരുന്നു. അയാളെ സംബന്ധിച്ച് അയാളാണ് ഈ സംസ്ഥാന വ്യാപകമായി തന്നെ മെത്തനോൾ സപ്ലൈ ചെയ്യുന്നത് അയാളാണ് എന്നുള്ളതാണ് CBCID സേനാംഗങ്ങൾ പറയുന്നത്, അന്വേഷണ സംഘം പറയുന്നത്. അയാളിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ 2 പേരെ കൂടി ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ കള്ളാക്കുറിച്ചി മദ്യ ദുരന്ത കേസിൽ 15 പേരെ ഇതുവരെ അറസ്റ്റും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഒരു മരണം കൂടി സ്ഥിരീകരിച്ചിരിക്കുന്നു. 59 ആയിരിക്കുന്നു മരണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 150ഓളം ആളുകൾ ഇപ്പോഴും ചികിത്സയിലാണ്. ഇതിൽ 20-ലധികം വരുന്ന ആളുകൾ ഇപ്പോഴും ICUവിൽ തന്നെയാണ് കഴിയുന്നത്. വേണം. ശരി, മനീഷ് മൂർത്തിയാണ് ചെന്നൈയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത്.